ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ 6 മണിയാകുമ്പോഴാണ് അവിടെ നിന്ന് പോരും. നമ്മളിവിടെ എത്തുമ്പോഴേക്ക് 6:30 6:45 ആവും. വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വാഴക്കല്ല ഇന്നലെ പറിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് എടുത്ത് ഒരു കുടപ്പനൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് വന്നിട്ട് പൂച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്ത് ഡ്രസ്സ് മാറി കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണ് അടുക്കളയിലേക്ക് എത്തിയത്. പിന്നെ ഇത് ആദ്യം തന്നെ ചോറ് പകർത്തി തിളപ്പിക്കാനായിട്ട് വെച്ചു. പിന്നെ കുറച്ച് ചോറ് കൂടുതലുണ്ടായിരുന്നു, അതൊരു ബൗളിലാക്കി ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചു. അപ്പോൾ തന്നെ അവിടെ ക്ലീൻ ആക്കിയിട്ടു കേട്ടോ ഒന്ന്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീഡിയോ പിടിക്കുമ്പോൾ ഭയങ്കര വൃത്തിയേട്, അല്ലെങ്കിലും വൃത്തിയേട് തന്നെ. പിന്നെ ആ ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്, കാവത്ത്. ഇത് മാത്രമല്ല കേട്ടോ, പറമ്പിൽ ഉണ്ടാവണ വാഴക്കുടപ്പൻ, എന്താണെന്ന് പറയുക, പിന്നെ വാഴക്കല്ല, പിന്നെ ചേന, ചേമ്പ്, അങ്ങനത്തെ നാടൻ വിഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എൻ്റെ വീട്ടിലിത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എനിക്കന്ന് കണ്ടുകൂടായിരുന്നു കേട്ടോ ഇതൊന്നും. ഇപ്പോൾ ചേട്ടൻ്റെ കൂടെ കൂടിയതിന് ശേഷം കുറച്ചൊക്കെ കഴിക്കും, വലിയ കുഴപ്പമില്ല. അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല, എന്നാലും ഭയങ്കര ഇഷ്ടം എന്നൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ അതാ വാഴക്കുടപ്പനാണ്. വാഴക്കുടപ്പൻ നേന്ത്രവാഴരെ വയ്ക്കുമോ എനിക്കറിയില്ല. ഞാൻ പക്ഷേ ഇന്നാൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായത്. അത് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ റോബസ്റ്റിൻ്റെ വയ്ക്കില്ല എന്ന് പറയുന്നുണ്ട്, ഭയങ്കര കയ്പാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും വെച്ച് നോക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു കൊണ്ട് വെച്ചതാണ്. അപ്പോൾ അപ്പുറത്തെ പറമ്പിൽ നിന്ന് അവർ ഒടിച്ച് കളഞ്ഞതാണ്. കുലച്ച് പടല തിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും വാഴക്കുടപ്പൻ ഒടിച്ച് കളഞ്ഞു. വാഴ എന്താ പറയുക, കായ തുടം വയ്ക്കാനാണ് അങ്ങനെ ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെ അതാ കാവത്ത് പുഴുക്ക് വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ ഈ ഇഷ്ടം കുറച്ചൊക്കെ നമ്മുടെ ശ്രീകുട്ടനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഞാൻ പറഞ്ഞു ഇത് പുഴുങ്ങി നമുക്ക് പച്ചമുളക് ചമ്മന്തി അരയ്ക്കാൻ മുക്കി കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറ്റില്ല, പുഴുക്ക് വയ്ക്കണം, അത് ഭയങ്കര ടേസ്റ്റാണ്, അതുണ്ടാക്കി തയ്യോ കുറേ കാലമായി കഴിച്ചിട്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവന് പണ്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഇപ്പം അടുത്തൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ കോൾഡ് ഉള്ളതുകൊണ്ടാണ് മൂക്ക് ഇങ്ങനെ അടഞ്ഞിട്ട് ആ ശബ്ദത്തിനൊരു വ്യത്യാസം. ഇപ്പം എല്ലാവർക്കും പനിയും കോൾഡൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല, എന്നാലും മൂക്കൊക്കെ ഒന്ന് അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഫാനിട്ട് ഇരിക്കുമ്പോഴേക്കും മൂക്കടയും കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ കാവത്ത് അരിഞ്ഞ് ഇത്തിരി ഉപ്പിട്ട് വെള്ളമൊഴിച്ച് ഇതാ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആദ്യത്തിന് വിശക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ അവന് വായിൽ പോകണമല്ലോ, കുറച്ച് പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാച്ചാണ്ട്. അപ്പോൾ അത് അവൻ കഴിച്ചിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ അതെടുത്ത് കാച്ചി അവന് ചോറ് കൊടുത്തു. അപ്പോൾ അവൻ വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരി വയ്ക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ കഴിക്കൊന്നുമില്ല, പക്ഷെ വെച്ചില്ലെങ്കിൽ എന്താ പറയുക, ഒരു ദാരിദ്ര്യം പിടിച്ചോളാം. അപ്പോൾ അത് കാരണം കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കായും പയറും വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തേക്കുന്നതാണ്. പിന്നെ രാവിലെ പറക്കി വെച്ച കണ്ണിമാങ്ങയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് കഴുകി തുടച്ച് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് ആ ഒരുവിധമൊക്കെ ഒന്ന് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇത്ര 2-3 ദിവസത്തേക്ക് ഉപ്പും അനങ്ങണ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ അതാ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ കിട്ടുന്നത് ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ എന്തായാലും 2-3 ആഴ്ചയൊക്കെ പിടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ ചിലവൊന്നും ഇല്ലല്ലോ, കിട്ടിയ അടിപൊളിയാണല്ലോ. പിന്നെ ഞാനിതാ കായും നമ്മുടെ വീട്ടിലുണ്ടായ പയറാണ് കേട്ടോ ഈ പയറൊക്കെ. അപ്പോൾ മുന്നേ കായപ്പേരി വെച്ചതിൻ്റെ പയറും കായും വെച്ചല്ലോ, പയറും കായും വെച്ചതല്ല, കായ എന്നാ സൺഡേയിൽ കായ മെഴുക്ക് പറ്റിച്ചു. അതിൻ്റെ ബാലൻസ് ഇരിപ്പുള്ളതാണ്, കുറച്ചുള്ളൂ, തന്നെ വെക്കാനില്ല. പിന്നെ ഇത് രാവിലെ വെക്കാനെന്ന് വെച്ചാൽ അത്ര പോരാ. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ എല്ലാ ഐറ്റംസും ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ച് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇതരിഞ്ഞ് കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിൽ വിസിലടിക്കാൻ വെച്ചാൽ ഒറ്റ വിസിലടിച്ചാൽ മതി. നമുക്ക് ചീനിച്ചട്ടിയിലേക്ക് ഉള്ളിമുളക് മൂപ്പിച്ചിട്ടാലും മതി കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യും. അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പാത്രം കഴുകലാണ്. വേറെ പണികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ പാത്രം കഴുകി അടുക്കളയൊന്നും തുടച്ചിട്ടില്ലെങ്കിൽ ജോലികളൊന്നും ചെയ്യാൻ ഒരു ഉഷാറുണ്ടാവില്ല. അടുക്കള നല്ല ക്ലീനായി കിടന്നാലാണ് നമുക്ക് ജോലി ചെയ്യുമ്പോൾ ഒരു ഉന്മേഷം കിട്ടുള്ളൂ അല്ലേ. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മുടെ സ്റ്റോർ റൂമിൽ വെക്കാൻ നോക്കിയപ്പോൾ നിരന്ന് പാത്രങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ. അവിടെ ഇവിടെയും എൻ്റെ തന്നെ പണിയിലാണ് കുറേയൊക്കെ. എന്താ വെച്ചാൽ നമ്മൾ നേരില്ലാത്ത നേരത്ത് പാത്രങ്ങൾ കൊണ്ടുവയ്ക്കാൻ നോക്കുമ്പോൾ അവിടെ അങ്ങനെ സ്റ്റോർ റൂമിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് തിരിച്ചു പോരും. അങ്ങനെ ചെയ്ത് ഇപ്പം നിറഞ്ഞു, ഒരു പാത്രം വയ്ക്കാനുള്ള സ്ഥലവും ഇല്ലാണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ പെട്ടെന്നൊന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ ഒതുക്കലൊന്നുമല്ല, ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ആ ബൗളുകളൊക്കെ ഒന്ന് മുകളിലേക്ക് ആക്കി വെച്ചു. അപ്പോൾ ആ ഒരു സ്ഥലം അവിടെ ലാഭിച്ചല്ല. പിന്നെ മുകളിലേക്ക് ഇവിടെ നിറച്ച ഓരോ കുപ്പികൾ ഇരിക്കുകയാണ്. അപ്പോൾ മുകളിൽ തോന്നിയോണം വെച്ചിട്ട് അവിടെ തീരെ സ്ഥലമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അവിടെ ഒന്ന് ആദ്യം ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഒരു ബൗളിൻ്റെ ഉള്ളിൽ ഒരു ബൗൾ സ്റ്റീലിൻ്റെ ബൗളോടെ വെച്ചിട്ടുണ്ട്. അതങ്ങനെ ആക്കി വെച്ചു. പിന്നെ കനം കുറഞ്ഞതാണ് ഈ ഒരു ഭാഗത്ത് വെച്ചത്. ഇവിടെ ചുമരിന് തീരെ ഉറപ്പില്ല. നമുക്ക് സ്റ്റാൻഡൊക്കെ അടിക്കുമ്പോൾ ബാത്റൂമിൻ്റെ ചുമരാണല്ലോ അത്.
ബാത്റൂമിൻ്റെ ചുമര് നമ്മൾ പകുതി മുക്കാലും ടൈലിടുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ തേക്കിൽ അത്ര സുഖാവില്ല, അവിടെ ആണിയടിച്ച് അത്ര നിൽക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ആ സ്റ്റാൻഡ് അത്ര ഉറപ്പില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ കനം കുറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ സാധനങ്ങളും കുറേ ബിരിയാണി വാങ്ങിച്ചതിൻ്റെയും ഞാൻ ഓഫീസിൽ നിന്ന് കൊണ്ടൊക്കെ ഉണ്ട് കേട്ടോ, പാഴ്സൽ വാങ്ങിച്ചതിൻ്റെയും പിന്നെ കുറേ പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട്, നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഐറ്റംസാണ്. അപ്പോൾ അതൊന്നും കളയണ്ടല്ലോ, അപ്പോൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, ആവശ്യങ്ങൾ വരാറുമുണ്ട്. അപ്പം ഞാനത് അവിടേക്ക് ഒന്ന് ഒതുക്കി വെച്ചു. താഴത്തുണ്ടായിരുന്നതും ഒക്കെ കൊട്ടയിലൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടേക്കാണ് കേട്ടോ, ഒരു സമയം ഇല്ലാണ്ടാവും നമ്മൾ ഓരോന്ന് കാട്ടിക്കൂട്ടില്ലേ, അങ്ങനെ കൊണ്ടുവന്നിട്ടേക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ഒരുവിധം ഒതുക്കി വെച്ച് പിന്നെ ഞാൻ അതാ ഇതിൽ നിറച്ച ചെറിയ ചെറിയ ബൗളുകളാണ് കേട്ടോ. എവിടെ നിന്ന് ചെറിയ ചെറിയ ബൗളുകൾ കിട്ടിയാലും ഞാനത് കൊണ്ടുവയ്ക്കും. നമുക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ സ്റ്റീലിലാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ അങ്ങനെ ഒഴുകി പുറത്തേക്ക് പോകും. പ്ലാസ്റ്റിക്കിലാകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പോവില്ല കേട്ടോ. എൻ്റെ ശബ്ദം തീരെ പറ്റണില്ല അല്ലേ. നമ്മളെ എന്താ പറയുക, ദിലീപിൻ്റെ സിനിമയിൽ പറയില്ലേ, എന്താ പറയുക, മൂറിമൂക്ക ചുണ്ടൊക്കെ ആയിട്ടൊരു സിനിമ ഉണ്ടല്ലോ, മറന്നുപോയി. ആ സിനിമയിൽ സംസാരിക്കണ തോമ അങ്ങനെ അങ്ങനെ എന്തോ തോന്നുന്നു, സംസാരിക്കണ പോലെ എന്ന് പറഞ്ഞിട്ട് ഓഫീസിലൊക്കെ എന്നെ കളിയാക്കുന്നുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. ഇനിയിപ്പോൾ തീരെ മിണ്ടാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോ ഇടാതിരിക്കാനേ നിവൃത്തി ഉണ്ടാവുള്ളൂ, വേറെ ആരും ശബ്ദം കൊടുത്താൽ അത്ര ശരിയാവില്ലല്ലോ. അങ്ങനെ നമ്മുടെ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ ഒതുക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു പഞ്ചസാര പാത്രം ഞാൻ എപ്പോഴും അവിടെ വെക്കുള്ളൂ. അത് അമ്മയുള്ളപ്പോൾ ഉണ്ടായിരുന്ന ശീലമാണ്, അമ്മയ്ക്ക് ചായ വെക്കണമല്ലോ, അപ്പോൾ മുകളിൽ വെക്കില്ല, മുകളിൽ വെച്ച് അമ്മയ്ക്ക് എത്തില്ല. അപ്പോൾ അങ്ങനെ താഴത്ത് വെച്ച് ഇപ്പം അത് താഴത്ത് തന്നെയായി കേട്ടോ, അതിൻ്റെ സ്ഥാനം അവിടെ തന്നെയായി. ഇനി ഇവിടെ ഓരോ ബാസ്ക്കറ്റും അങ്ങനെയൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മസാല ബോക്സ് ഉണ്ടല്ലോ, അത് ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ കൊണ്ടുവച്ചു. അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് കൊണ്ടുവയ്ക്കാൻ വെച്ചു. പിന്നെ ഇവിടെ നോക്കിയപ്പോൾ നിറയെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഓരോന്നൊക്കെ ഒഴിഞ്ഞതിന് ഉണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങനെ എന്താ പറയുക, ഒഴിഞ്ഞാൽ അതൊക്കെ അവിടെ തന്നെ വെച്ച് അങ്ങനെ അതും നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിൽ 2 or 3 കുപ്പി കിട്ടി. അപ്പോൾ അത് ഞാൻ പുറത്ത് കൊണ്ടുപോയി വെച്ചു. അപ്പോൾ അതൊരു ചാക്കിലിട്ടാൽ വല്ലവരും വരുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പും ക്ലീനായില്ലോ. അപ്പോൾ അങ്ങനെ വെച്ചു. പിന്നെ ഉള്ളി ചതക്കണ അതും എപ്പോഴൊന്നും കഴുകില്ലേ, വൈകുന്നേരമൊക്കെയാണ് കൂടുതലും കഴുകുക. അപ്പോൾ അത് താഴത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ആകെ മെഴുക്കും, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഓരോ തുള്ളി മെഴുക്കിൻ്റെയോ ഇതൊക്കെ ആവുമല്ലോ. അപ്പോൾ അത് തുടച്ച് നോക്കി ആദ്യം. അപ്പോൾ എനിക്ക് തോന്നി അത്ര അങ്ങോട്ട് ക്ലിയർ ആവണില്ല, വെളിച്ചെണ്ണയൊക്കെ വീണതിൻ്റെ ഒരു വൃത്തികേടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ഷീറ്റ് അങ്ങോട്ട് മാറ്റാം എന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ പേപ്പറില്ലേ ബില്ലടിക്കണതിൻ്റെ A4 ഷീറ്റിൻ്റെ കവറാണത്. ഓഫീസിൽ നിന്ന് കഴിയുമ്പോൾ ഞാനത് അവിടെ എടുത്ത് വയ്ക്കും, എന്നിട്ട് ഒരുമിച്ച് കുറച്ച് കൊണ്ടുവന്ന് വയ്ക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ അതിന് ചെറിയൊരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലെയല്ലേ, അപ്പോൾ ഇതൊക്കെ നല്ലതാണ്. പിന്നെ മലർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് ചപ്പാത്തി പരത്തുമ്പോഴൊക്കെ ഉപയോഗിക്കണേ അങ്ങനെ ഉപയോഗിക്കാം. എനിക്കിപ്പോൾ ചപ്പാത്തി മേക്കർ ആയതുകൊണ്ട് അതിൻ്റെ വലിയ ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഒരലും റെഡിയാക്കി കഴുകി കൊണ്ടുവച്ചു. അപ്പോൾ ആ തക്കാളിയുടെ പാത്രം കളയണം എന്നൊക്കെ വിചാരിച്ചതാണ് ഞാൻ. പിന്നെ ചേട്ടൻ പറയേണ്ടത് അതിൽ എണ്ണ ഒഴിച്ച് വയ്ക്കാമെന്നൊക്കെ. അപ്പോൾ പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് കളഞ്ഞില്ല. പിന്നെ നമ്മുടെ മസാല ബോക്സ് മുകളിൽ വെളിച്ചെണ്ണ വയ്ക്കുമ്പോൾ ഒരു തുള്ളീശൊക്കെ ഇങ്ങനെ പോരുന്നുണ്ട്. അപ്പോൾ അതൊരു പ്ലാസ്റ്റിക് ബൗളിലേക്ക് വെളിച്ചെണ്ണ കുപ്പി ഇറക്കി വെച്ചു. പിന്നെ ഇതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമാണ് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, കാശ്മീരി മുളക് പൊടി ഉണ്ടായിരുന്നില്ല, ജീരകത്തിൻ്റെ പൗഡറിൻ്റെയും. അങ്ങനെ 2 ബൗളാണ് ഇനി അതിൽ ഒഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഇനി കിട്ടുമ്പോൾ ഇടാം, ബാക്കിയുള്ളതൊക്കെ ഇട്ട് വെച്ച് അങ്ങനെ മസാല ബോക്സ് അതിൻ്റെ സ്ഥാനത്തേക്ക് പോയിരുന്നു കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒന്ന് തുടച്ച് വൃത്തിയാക്കുക, എന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാനായിട്ട്. എപ്പോഴും തുടയ്ക്കുമ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ അടിയും ഗ്യാസിൻ്റെ സൈഡും ഒക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്ലീൻ ആക്കാനുണ്ടാവുക. പിന്നെ നമ്മുടെ സിങ്കിൻ്റെ അവിടെയും അല്ലേ വെള്ളം ഇങ്ങനെ തെറിച്ചിട്ട് ബാക്കി ഈ 2 സ്ഥലങ്ങളിലാണ്. അപ്പോൾ അതൊക്കെ തുടച്ച് എല്ലായിടത്തും തുടച്ച് അടിയിലൊന്ന് അടിച്ച് വാരിയിട്ടിട്ട് പിന്നെ അടുത്ത പണിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അടിച്ചു വാരി തുടയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്, പക്ഷേ പിന്നെ നമ്മളവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അടിയിൽ തുടച്ച് വെള്ളം ഉണ്ടാകുമ്പോൾ അതൊരു സുഖം ഉണ്ടാവില്ലല്ലോ ചവിട്ടി കൂട്ടുമ്പോൾ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി കൂട്ടാനൊന്ന് കാച്ചി വയ്ക്കാം, ഇവർക്ക് ആർക്കെങ്കിലും വിശക്കണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ കറി ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് അത് കാച്ചി വെച്ചിട്ട് മാത്രം എൻ്റെ ജോലികൾക്ക് പോയി. അപ്പോൾ സാധാരണ പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിമുളക് മൂപ്പിച്ച് വറ്റൽമുളക് അല്ലെങ്കിൽ ചതച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ച് ഇത് വേവിച്ചത് ഇട്ട് കൊടുക്കുക. ഒന്ന് എന്താ പറയുക, ചാറൊന്ന് കുറുതാവുന്നവരെ ഒന്ന് തിളപ്പിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ വാഴക്കല്ല മാങ്ങ എന്നൊക്കെ പറയും തോന്നുന്നു, വേറെ പേര് എനിക്കറിയില്ല. നമ്മുടെ വാഴയുടെ അടിയിലുണ്ടാവണ ആ വിത്തുണ്ടല്ലോ, അതെന്നെ സംഭവം കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ ഞാനത് കറി വയ്ക്കാനായിട്ട് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ
ഇവിടെ അപ്പുറത്ത് വാഴ വയ്ക്കുന്ന ചേട്ടൻ പറഞ്ഞു അത് അത്ര നല്ലതൊന്നുമല്ല, കളഞ്ഞോ, ഞാൻ നല്ലത് കൊണ്ടുതരാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നാലും വിചാരിച്ചു നമുക്കൊരു പീസല്ലേ കിട്ടണ്ടോ. പണ്ട് അമ്മയൊക്കെ ചെയ്യുന്ന കേട്ടിട്ടുണ്ട്, അതിൽ കറുത്ത കുത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെത്തി കളഞ്ഞ് ഉണ്ടാക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിച്ചു. അതിനിടയ്ക്ക് ചേട്ടൻ വന്നപ്പോൾ ഇത് സ്നാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരും ഞാനും ഒക്കെ അത് കഴിക്കുകയാണ്. സാധനങ്ങളൊക്കെ എടുത്ത് എന്നത്തെയും പോലെ ഇന്നും താഴത്തെ എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇത് അരിയാനായിട്ടിരുന്നു. കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, പിന്നെ പയറും കൂടിയിട്ട് വയ്ക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ മതി. അപ്പം ഇതേപോലെ വാഴപ്പിണ്ടി പോലെ തന്നെ കേട്ടോ, ആദ്യം ഇതേപോലെ കനം കുറച്ചരിഞ്ഞ് പിന്നെ നീളത്തിലൊക്കെ അരിഞ്ഞ് അങ്ങനെ അത് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ചേട്ടൻ വേഗം നാളികേരം ചെരുകി തന്നു. നമ്മുടെ പുഴുക്ക് വയ്ക്കാൻ നാളികേരം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരാണ് ചെയ്തത്. അപ്പോൾ അത് ചെരുകി തന്നു. വേഗം പുഴുക്ക് റെഡിയാക്കി കഴിഞ്ഞാൽ പിള്ളേർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനത് അരിഞ്ഞ് അത്ര ആക്കി വെച്ചു. ചേട്ടൻ നാളികേരം ചെരുകൽ കഴിഞ്ഞോടുകൂടി ഞാനിത് അരിയണ പരിപാടി അവസാനിപ്പിച്ചു. സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ ജോലി ഒഴിവിലേക്ക് അയക്കണേ. എന്താ രാജിവെച്ചേ? പഠിക്കേ? അപ്പം അങ്ങനെ ആദ്യം ആ ജോലി രാജിവെച്ച് പോയി. അപ്പോൾ അത് അവിടെ ജോലി ഒഴിവുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ പുഴുക്കിലേക്ക് നാളികേരവും പച്ചമുളകും ജീരകവും ഇത്തിരി വെളുത്തുള്ളി 2-3 ചുവന്നുള്ളി കൂടി ഇടാം കേട്ടോ. ഞാനത് വിട്ടുപോയി. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ച് ഒന്ന് ക്രഷ് ചെയ്യുക, നമ്മൾ അവിയലിനൊക്കെ ചെയ്യില്ലേ അതേപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെറുതെ കഴിക്കാനായിട്ട്. അപ്പോൾ അത് കാവത്തൊക്കെ നന്നായിട്ട് വെന്ത് കിടക്കുന്നുണ്ട്. അതിനൊന്ന് കുത്തി ഉടച്ച് ഒന്ന് ഉടയണതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അത് കാരണം വെള്ളക്കാവത്തുണ്ട് വയലറ്റുണ്ട്. ഇത് രണ്ടിലും പെടാത്ത പോലെയാണ് ഈ കാവത്ത് എനിക്ക് തോന്നിയത്. തനി വെള്ളയായിട്ട് തോന്നണില്ല. അന്നാ വയലറ്റ് തോലു ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ചേട്ടത്തീൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നൊരു പീസ് കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ അത് അരപ്പൊക്കെ ചേർത്ത് ഇത്തിരി ഉപ്പ് പോരാണ്ടെന്ന് അതുകൂടി ഇട്ടു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കണം കേട്ടോ. ലാസ്റ്റ് നിറയെ കറിവേപ്പില കുറച്ച് അതേപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് തിളപ്പിച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ എന്തായാലും ഇടാം കേട്ടോ. ഇതറിയണവരൊക്കെ ഏറെക്കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും, പക്ഷെ അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് ഒരു ഉപകാരമായിക്കോട്ടെ. ഞാനും പണ്ട് കുറേ ചെറിയ ചെറിയ റെസിപ്പികളൊക്കെ അറിയാണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അറിയാത്തവർ പുഴുക്ക് നടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ അറിയാത്തവരൊന്നും അധികം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാ ഇങ്ങനെ പുഴുക്ക് റെഡിയായി ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫോട്ടോ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാനായിട്ട്. നാളത്തേക്ക് ഇതാ പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വാഴക്കല്ല അരിഞ്ഞ് വെള്ളമൊഴിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്ര ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്.